വൈഗ ഫ്ലാറ്റിലെത്തിയതും ഫ്ലാറ്റിൽ ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ടു. യാഷ് നേരത്തെ എത്തി എന്നതായിരുന്നു അവൾ വിചാരിച്ചത്. ഫ്ലാറ്റിൽ കയറി ചുറ്റും നോക്കിയെങ്കിലും അവിടെ യാഷിനെ കാണാത്തതിനാൽ മുറിയിൽ ഉണ്ടാകുമെന്നും അവൾ കരുതി. പിന്നെ രാവിലെ ഓഫീസിൽ നടന്ന സംഭവം ഓർമ്മയിൽ വന്നതും യാഷിനെ ഫേസ് ചെയ്യാൻ അവൾക്ക് ചമ്മൽ തോന്നി. അതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കാതെ അവൾ മുറിയിലേക്ക് നടന്നു. പുറകിൽ ആളനക്കം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ചുണ്ടിൽ ഒരു തരം പുഞ്ചിരിയോടെ അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കുന്ന ആളെ കണ്ടതും വൈകിയുടെ ഉടലാകെ വിറച്ചു. യാഷേട്ടാ! യാഷിന്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. ഇരുവരും മുന്നോട്ടാഞ്ഞു. യാഷ്, എന്തു പറ്റി? പെട്ടെന്ന് യാഷ് ബ്രേക്കിൽ ചവിട്ടിയത് കാരണം ഋഷി അവനെ തട്ടി വിളിച്ച് ചോദിച്ചു. അത് വൈഗ. അവൾക്കെന്തോ. വൈകിക്കെന്താ? നീ വല്ല സ്വപ്നം കണ്ടു? ഇല്ല ഋഷി, അവൾക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സ് പറയുന്നു. യാഷിന്റെ കണ്ണിലെ നീർത്തിളക്കം ഋഷി അറിഞ്ഞിരുന്നു. കൂൾ ഡൗൺ മാൻ, നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്, അവൾക്കൊന്നും വരില്ല. ഋഷി പറഞ്ഞെങ്കിൽ യാഷിന് ഉള്ളിലൊരു നീറ്റൽ പോലെ. പിന്നെ വേഗം തന്നെ അവൻ ഫ്ലാറ്റിലേക്ക് വണ്ടി വിട്ടു. ഫ്ലാറ്റിലെത്തിയതും യാഷ് അങ്ങോട്ട് ഓടുകയായിരുന്നു. ഋഷി അവന് പിന്നാലെ പോയി. ഫ്ലാറ്റിന്റെ ഡോർ തുറന്ന് കിടക്കുന്ന കണ്ടതും യാഷിന് ഭയം കൂടി. അവനിടറുന്ന കാലുകളോട് മുന്നോട്ട് നടന്നു. ഫ്ലാറ്റിലെ സാധനങ്ങളെല്ലാം തറയിൽ ചിതറി കിടപ്പുണ്ട്. വൈഗ! ഇടർച്ചയോട് അവൻ വിളിച്ചു. എന്നാൽ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും ഋഷി അവിടെ എത്തിയിരുന്നു. മുറിയുടെ അവസ്ഥ അവനെ ഞെട്ടിച്ചു കളഞ്ഞു. യാഷ്! വൈഗ! ഋഷി അവിടെ മുഴുവൻ വൈകിയെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്നാൽ യാഷിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. വൈകിയുടെ ബാഗും ഫോണും മുറിയിൽ കണ്ടതും അവൾ ഫ്ലാറ്റിലെത്തിയിരുന്നു എന്നവർ മനസ്സിലാക്കി. ഋഷി, വണ്ടി എടുക്ക്! ദേഷ്യമുറുകുന്ന മുഖത്തോടെ യാഷ് പറഞ്ഞതും ഋഷി ശരിയെന്ന മട്ടിൽ തലയാട്ടി. കാർ ഓടിക്കുമ്പോൾ ഋഷി ഇടയ്ക്കിടെ യാഷ് നോക്കിക്കൊണ്ടിരുന്നു. അത്രയും ദേഷ്യത്തിൽ അവൻ ആദ്യമായാണ് ഋഷി കാണുന്നത്. അമൽ തന്നെയാണ് ഇതിന് പിന്നെ ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റും. വൈകിയോട് ദേഷ്യമുള്ളത് അമലിനെ മാത്രമാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വെറുതെ വിടിൽ ഞാൻ ഡാഷ് മോനെ. യാഷ് കൈ മുഷ്ടിച്ചുരുട്ടി പിടിച്ചു പറഞ്ഞു. അമലിനോടുള്ള ദേഷ്യം അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് അമൽ പോയി ഡോർ തുറന്നു. അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിന് മുന്നിൽ നിൽക്കുന്ന യാഷിനെ കണ്ടതും അമൽ അറിയാത്തിന് ഉമിനെ ഇറക്കിപ്പോയി. യാഷിന്റെ ചുവന്ന കണ്ണുകൾ കാണാൻ ഒരു വേള അമലൊന്ന് പതറി. എന്നാൽ ആ പതർച്ച പുറത്ത് കാണിക്കാതെ അവൻ യാഷിനെയും ഋഷിയെയും നോക്കി പുഞ്ചിരിച്ചു. യാച്ചു! അമൽ യാഷിനെ പുണർന്നു. യാച്ചു, ഞാൻ കരുതി യാച്ചുവിനെ മറന്നു കാണുമെന്ന്. ശല്യം ചെണ്ടെന്ന് കരുതിയാ ഞാൻ യാച്ചുവിനെ കാണാൻ വരാത്തത്. അമൽ യാഷിനെ പുണർന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് യാഷും ഋഷിക്കും ദേഷ്യം കൂടുകയാണ് ചെയ്തത്. വൈഗ എവിടെ? യാഷ് ചോദിച്ചതും അമൽ അവനിൽ നിന്ന് അടർന്നു മാറി അവന്റെ മുഖത്തേക്ക് സംശയഭാവത്തോട് നോക്കി. വൈഗ യാച്ചുവിന്റെ അടുത്തല്ലേ? അവൾ വന്നിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ? പുച്ഛഭാവത്തിലായിരുന്നു അവനത് ചോദിച്ചത്. അമൽ, നിന്നുള്ളത് വൈഗ എവിടെ നിന്നുണ്ടെന്ന് പറയാം. ഋഷി ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് ശരി, വൈഗ എവിടെ നിന്നുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാ? എന്റെ യാച്ചിനും തട്ടിയെടുക്കാൻ നോക്കിയവളാ അവൾ. ഞങ്ങളെ പിരിച്ചത് തന്നെ അവളാ. വൈഗ അവളെ നിന്ന് കാണാൻ നിൽക്കുവാ ഞാൻ. അമൽ കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു. അപ്പൊ നിനക്ക് അറിയില്ലടാ ഞാൻ പുന്നരം അവളെവിടെയാണെന്ന്. അതുവരെ യാഷ് പിടിച്ചിരുന്ന ദേഷ്യം പുറത്തു വന്നു. അവൻ അമലിന്റെ കോളറി പിടിച്ച് ചുമരോട് ചേർത്തു. പെട്ടെന്ന് അതിൽ അമലും ഋഷിയും ഒരുപോലെ ഞെട്ടി. മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് നല്ലത്. എന്റെ വൈകി എവിടെ? സത്യമായിട്ടും എനിക്കറിയില്ല യാച്ചു. അവൾ ചിലപ്പോ വേറെ തന്നെ ഇപ്പൊ പോയി കാണും. അങ്ങനെ ജന്മല്ല അവളുടെ. പറഞ്ഞു കഴിഞ്ഞതും യാഷിന്റെ കൈ അമലിന്റെ കവളിൽ പതിഞ്ഞു. അതിന് നീയല്ല വൈക. ഞാൻ ആ വക്കീലിനെ കണ്ടിരുന്നു. ഞങ്ങളെ തമ്മിൽ പിരിച്ച് നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വരാന്ന് എന്നാ വിചാരമുണ്ടല്ലോ, അതിന് ഈ ജന്മം നടക്കില്ല. ആയുഷ് അപ്പോഴും വൈകയ്ക്ക് മാത്രം സ്വന്തമാണ്. അവന്റെ വാക്കുകൾ കേട്ട് അമലിന് തല പൊളിയുന്ന പോലെ തോന്നി. ഇല്ല, ഒരു വൈകി ഞാൻ വിട്ടുകൊടുക്കില്ല യാച്ചു. എന്റെ മാത്രം. അവൻ യാഷിന് മുഖം പിടിച്ചൊന്ന് പറഞ്ഞതും വെറുപ്പോടെ മുഖം തിരിച്ചു അവൻ നിന്ന് അകന്നു മാറി യാഷ്. യാഷ് എന്നാൽ പ്രണയമല്ല, മറിച്ചൊരു തരം ഭ്രാന്ത് മാത്രമാണ്. അമലെന്ന് യാഷും ഋഷിയും അപ്പോൾ അറിയുകയായിരുന്നു. യാച്ചു, അവള് വേണ്ട, വൈക വേണ്ട, എന്റെ യാച്ചു, എന്റെ മാത്രം. അമൽ യാശരിയിലേക്ക് അടുക്കാൻ മുതിർന്നതും ഋഷി അവനെ പിടിച്ചു. നിനക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പോകുക. ഒരിക്കൽ കൂടി വരും നിന്നെ കാണാൻ. നീ മര്യാദ എന്നിൽ നിന്നോ യാഷിൽ നിന്നോ പ്രതീക്ഷിക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അമലിനെ നോക്കിയതും അമലൊന്ന് പുച്ഛിച്ചു. വൈകിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നിന്റെ സ്വന്തമാകുന്ന മോഹം ഉണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. അമൽ നേരെ വിരൽ ചൂണ്ടി യാഷ് അത് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു. പിന്നെ വേഗത്തിൽ അവിടെ നിന്നും പോയി. പുറകെ അമലിനെ ഒന്ന് കടിപ്പിച്ച് നോക്കി ഋഷിയും. അവർ പോകുന്ന നോക്കി ക്രൂരമായ ചിരിയോടെ അമൽ നിന്നു. അപ്പോഴും അവന്റെ ചുണ്ട് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. യാച്ചു എന്റെയാ. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ വൈകി പേടിയോടെ ഒരു മൂലയിൽ മുട്ടിൽ മുഖം പൊഴുത്തിയിരുന്നു. മുറിയിൽ ബാഗ് വെച്ച് ഫ്രഷ് ആവാൻ
ഡ്രസ് മുറിയിൽ ബാഗ് വെച്ച് ഫ്രഷ് അവൻ ഡ്രസ്സ് എടുക്കാൻ നോക്കിയപ്പോഴാണ് പുറകിൽ ആളനക്കം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയതും ഒരു നിമിഷം പേടിച്ച് അവിടെ തന്നെ തറഞ്ഞു പോയി നിന്നും. താൻ ഭയപ്പെടുന്ന വ്യക്തി വീണു. കൺമുന്നിൽ അയാളെ കണ്ടപ്പോൾ വല്ലാതെ പേടി തോന്നി. അയാൾ ഇതിനുള്ളിൽ എങ്ങനെ വന്നു? യാഷേട്ടൻ എവിടെ? ഇങ്ങനെ പല ചോദ്യങ്ങളും അപ്പോൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ആ സമയം നോട്ടം വിനുവിൻ്റെ പുറയിലേക്ക് പോയതും കണ്ടു. മുഖത്തെന്തോ നേടിയ പോലുള്ള ചിരിയുമായി നിൽക്കുന്ന അമലിനെ. ഒരാശ്രയത്തിനായി എന്ത് ചെയ്യുമെന്നൊരു പിടിയുമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും യാഷേട്ടൻ ഇവിടെ എത്തിയെങ്കിൽ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. അതിന് മാത്രമേ അപ്പം പറ്റുമായിരുന്നുള്ളൂ. ഒരു ഉൾപ്രേരണയിൽ ഒരു ടേബിൾ വെച്ച ബാഗ് എടുത്ത് ആ നിമിഷമായിരുന്നു വിനു പാഞ്ഞു വന്ന് മുടിയിൽ കുത്തിപ്പിടിച്ചത്. യാഷേട്ട! അലറി വിളിച്ചു പോയി. അയാളുടെ കൈ മുഖത്ത് ആഞ്ഞടിച്ചു. കരച്ചിലൂടെ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെ വന്നു. വീണ്ടും വീണ്ടും അയാൾ അടിച്ചു. അത്ര മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഈ ഇരുട്ടുമുറിയിലാണ്. അവൾക്കാകെ പേടി തോന്നി. എവിടെയാ, എന്താ എന്തെന്നൊരു പിടിയും ഇല്ലായിരുന്നു. ചെറിയ തോതിൽ പോലും ആ മുറിയിലേക്ക് വെളിച്ചം വരുന്നില്ല. സകല ദേവികളെയും വിളിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ ഉള്ളം കുതിച്ചു. അടിയുടെ ശക്തിയിൽ ചുണ്ടിൽ ചോര പൊടിഞ്ഞു. മുഖമൊക്കെ വല്ലാത്ത നീറ്റിൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് ആ മുറിയിലേക്ക് ഇടിച്ചു കയറി അവൾ തലയുയർത്തി നോക്കി. തൻ്റെ അടുത്തേക്ക് വരുന്ന വിനുവിനെ കണ്ടവൾ ആ മൂലയിലേക്ക് വീണ്ടും ചുരുണ്ടുകൂടി. എന്താ, മോൾക്ക് പേടിയാണോ? അവളുടെ അടുത്തായിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് പോണം, വിറയിലൂടെ അവൾ പറഞ്ഞു. പെട്ടെന്ന് അവൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ വിടാനല്ലോ പെണ്ണെ നിന്നെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. ആ തള്ളയെ നിന്റെ പുന്നാറാങ്ങളെ ഋഷിയും കാരണം ഇത്രയും ദിവസം ഞാൻ ജയിലിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത് അവനെ പേടിച്ചിട്ടാ. പിന്നെ അറിഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞെന്ന്. ഒരു രാത്രി പോലും നിന്നെ അനുഭവിക്കാൻ പറ്റിയില്ല എന്ന വിഷമത്തിൽ കഴിഞ്ഞപ്പോഴാ ദൈവനിയോഗം പോലെ അമൽ ആ പയ്യൻ്റെ കൂടെ എന്നെ തേടി വന്നത്. പിന്നെ അവനുമായി കൂട്ടുപിടിച്ച് നിന്നെ ഇവിടെ വരെ എത്തിച്ചു. അയാൾ സിഗരറ്റ് ഒരെണ്ണം കത്തിച്ച് പുക വലിച്ചു. അവളുടെ മുഖത്തേക്ക് ഊതിവിട്ടു. അത് മുഖത്തടിച്ചതും വൈകി ചുമയ്ക്കാൻ തുടങ്ങി. അയാളൊന്ന് ഗൂഢമായി പുഞ്ചിരിച്ചു. എനിക്ക് പോണം. കിട്ടിയ ധൈര്യത്തിൽ അവളും അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. കിടന്ന് ഒച്ച വയ്ക്കില്ല പെണ്ണെ, നാളെ വൈകിട്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കും. നിന്നെ രക്ഷിക്കാൻ ഒരുത്തനും വരില്ല കേട്ടോടി. അവൻ യാഷ് നിന്നെ അന്വേഷിച്ച് അമലിൻ്റെ അടുത്ത് വന്നിരുന്നെന്ന്. ഇനി ഇവിടെ നിന്നെയും കൊണ്ട് നിൽക്കുന്ന സേഫല്ല. ആരും കാണാത്തിടത്തേക്ക് നമുക്ക് പോകാം. അവിടെ ഞാൻ പറയുന്ന കേട്ട് എൻ്റെ കെട്ടിയോളായി കഴിഞ്ഞോണം. അവൻ എണീറ്റുകൊണ്ട് പറഞ്ഞു. അത് തൻ്റെ വെറും മോഹം മാത്രമാ. ഈ ഉടലിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആയുഷിൻ്റെ പെണ്ണായിരിക്കും. അദ്ദേഹത്തിന് മറ്റൊരു നല്ല ജീവിതം ഉണ്ടാകുമായിരിക്കും. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ കൂടെ ജീവിക്കാൻ ഈ വൈകി ജീവനോടുണ്ടാകില്ല. എൻ്റെ യാഷേട്ടൻ വരും. അന്ന് തൻ്റെ ഉടലിൽ ജീവനുണ്ടായെന്ന് നോക്കിയാൽ മതി. വൈകി പുച്ഛത്തോടെ പറഞ്ഞു. ഡീ, നിന്നെ ഇന്ന് ഞാൻ. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കവളിൽ കുത്തിപ്പിടിച്ചു. ആദരങ്ങളിലേക്ക് അയാളുടെ ആദരങ്ങൾ അടുപ്പിക്കാൻ ശ്രമിച്ചു. വൈകി അയാളുടെ കൈ തട്ടി മാറ്റി അവൾക്കാവും വിധം അയാളെ തടഞ്ഞു. വിനു! പുറകിൽ നിന്നോ അമൽ വിളിച്ചതും വിനു ഒന്ന് ഞെട്ടി. വൈകിയുടെ നോട്ടം അമലിനെ തേടിയെത്തി. എന്താ നീ ചെയ്യുന്നേ? അമൽ കലിപ്പോട് ചോദിച്ചു. അയാൾ വൈകിയെ വിട്ടൊന്ന് നിശ്വസിച്ചു. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വെച്ചൊന്നും വേണ്ട. ഇവിടെ വിട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്തുമാവും. അയാൾ വൈകിയെ ഒന്നിരുത്തി നോക്കി. അവിടെ ഒന്നും പോയി. വൈകി കരഞ്ഞുകൊണ്ട് ചുമരിലൂടെ ഊർന്നിറങ്ങി. അമൽ അവളെ പുച്ഛത്തോടെ നോക്കി. അവിടെ ഒന്നും ഇറങ്ങി. തേങ്ങലോട് ആ പെണ്ണ് വീണ്ടും ഇരുട്ടിലകപ്പെട്ടു. ഈ സമയം യാഷും ഋഷിയും വൈകി എങ്ങോട്ട് പോയിട്ടുണ്ടാവുമെന്ന ചിന്തയിലായിരുന്നു. ഋഷി, എൻ്റെ വൈക, ഞാൻ അവളെ എവിടെ പോയി അന്വേഷിക്കും? അവൾ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? എൻ്റെ പെണ്ണ്! യാഷു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋഷിയെ കെട്ടിപ്പിടിച്ചു. ഋഷി അവനെ ആദ്യമായിട്ടാണ് ഇത്രയും തകർന്ന സ്ഥിതിയിൽ കാണുന്നത്. അവൻ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവൾക്കൊന്നും പറ്റില്ലടാ, നമുക്ക് കണ്ടുപിടിക്കാം. ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഋഷിക്ക്. എന്നാ അപ്പോൾ അവനോട് പറയാൻ ഋഷിക്ക് അങ്ങനെ കഴിഞ്ഞുള്ളൂ. യാച്ചു! അമലിന്റെ ശബ്ദം കേട്ടതും ഇരുവരും നോക്കാൻ പോയില്ല. യാച്ചു കരയാണോ? എന്തിനാ യാച്ചു കരയണേ? ആ വൈക്ക് വേണ്ടിയാണോ? അവൾ ചാകുന്നുണ്ടല്ലോ, അങ്ങ് ചാകട്ടെ യാച്ചു. അമൽ! യാഷ് അവന്റെ മുഖം താഞ്ഞടിച്ചു. ആ അമൽ ബാലൻസ് നെറ്റി നിലത്തേക്ക് വീണു. ഋഷി ഞെട്ടി യാഷിനെ നോക്കി. നിനക്കെന്നെ ശരിക്കും അറിയില്ല ഓന്റെ പുന്നാര മോനെ. അവളെ കാണുന്നതിന് പിന്നിൽ നീ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ ജീവനോടെ വെച്ചേക്കില്ലെന്ന് ഞാൻ. എന്നിട്ട് പോടെന്റെ മുന്നിൽ നിന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. അമൽ അതേ ഇരിപ്പ് തന്നെയാണ്. അവന്റെ ചുണ്ട് പൊട്ടി ചോര വരുന്നുണ്ട്. അമൽ! ഋഷി വിളിച്ചതും അവൻ നിറഞ്ഞ കണ്ണോട് അവനെ നോക്കി. ഋഷി, യാച്ചു, ഇനിയെങ്കിലും നീ മനസ്സിലാക്കും. അവന്റെ മനസ്സിൽ നീ ഇല്ല, വൈക മാത്രമേ ഉള്ളൂ. അവന്റെ പ്രണയം വൈക മാത്രമാണ്.
അവൾ എവിടെയാണെന്ന് അറിയുമെങ്കിൽ നീ പറഞ്ഞെത്താ. അവൻ്റെ മനസ്സ് അത്രമാത്രം വേദനിക്കുന്നുണ്ട് ഇപ്പോൾ. ഇല്ലാത്ത സ്നേഹം എന്തിനാ നീ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത്? സ്നേഹിക്കുന്നവർ ഒന്നിക്കട്ടെ. നീ അവൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരരുത് പ്ലീസ്. ഋഷി അവനോട് കെഞ്ചി. ഇല്ല ഇല്ല, വിട്ടുകൊടുക്കില്ല ഞാൻ യാച്ചുവിനെ. യാച്ചു എൻ്റെ മാത്രം, അമൽ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നോടൊന്നും നല്ല ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നീ ഞങ്ങളുടെ മുന്നിൽ വന്ന കൊല്ലുന്നത് ഈ ആശയായിരിക്കില്ല, ഈ ഋഷിയായിരിക്കും. ഇറങ്ങി പോടാം മൊയ്. ഋഷി അവനെ പുറത്തേക്ക് തള്ളി ഡോറടിച്ചു. അമൽ ദേഷ്യത്തോട് അവിടെ നിന്നും പോയി. യാഷ് വിളിക്കേട്ടതും യാഷ് ഋഷിയെ നോക്കി. നമുക്ക് പോലീസിന് കംപ്ലൈന്റ് കൊടുത്താലും? എൻ്റെ ഫ്രണ്ടുണ്ട്, അവനെ വിളിച്ച് പറയാം. യാഷ് മൂളിക്കൊണ്ട് ബാൽക്കണിയിൽ പോയി. ഋഷി ഫോണെടുത്ത് ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു. ആ വീട്ടിൽ വൈകിയുടെ ശൂന്യത അവൻ അറിഞ്ഞു. കണ്ണുകൾ വാശിയോട് നിറഞ്ഞു. പിറ്റേ ദിവസം യാഷും ഋഷിയും വൈകിയെ തിരക്കിറങ്ങി. പല സ്ഥലത്തും അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരം കിട്ടിയില്ല. കാർ ബീച്ചിലെത്തിയതും യാഷ് കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി. ഋഷി, അവളെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? നീ ഇങ്ങനെ തളരാതെ, നമുക്ക് കണ്ടുപിടിക്കാം. ഋഷി പറഞ്ഞു കഴിഞ്ഞതും യാഷിന്റെ ഫോൺ റിങ് ചെയ്തു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. ഇരുവരും മുഖത്തോട് മുഖം നോക്കി. നീ എടുത്തു നോക്കും, വൈകി ഇങ്ങനാണെങ്കിലും. ഋഷി അങ്ങനെ പറഞ്ഞപ്പോൾ യാഷ് വിറയിലൂടെ ഫോൺ എടുത്തു. അവളായിരിക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. മറുഭാഗത്തു നിന്നും ഒരു പുരുഷന്റെ ശബ്ദം കേട്ടതും അവന്റെ കണ്ണ് നിറഞ്ഞു. എന്താ? എവിടെ? അല്ല, നിങ്ങളാരാ? ഫോൺ കട്ടായി. ഹലോ, ചേ, എന്താടാ? എന്താ? ഋഷി, വൈക അവളെ എന്താടാ? നമുക്കൊരിടം വരെ പോകാം. യാഷ് പറഞ്ഞുകൊണ്ട് കാർ എടുത്തു. യാഷിന്റെ കാർ ഒരു ഇടവഴിയിലേക്ക് കയറാൻ തുടങ്ങിയതും മുന്നേറി ലോറി ആ ഇടവഴിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അതൊന്നും കാര്യമാക്കാതെ യാഷ് വണ്ടി വേഗത്തിൽ വിട്ടു. ഇത്തിരി പഴക്കം തോന്നിക്കുന്ന വീടും മുന്നിൽ വണ്ടി നിർത്തിയതും യാഷ് ഋഷിയും ഇറങ്ങി. ഇവിടെ വൈകുണ്ടാവും നിനക്ക് ഉറപ്പാണോ? അറിയില്ല ഋഷി, വിളിച്ചാൽ പറഞ്ഞത് ഇവിടെയാണ്. നീ വാ, എന്തായാലും നമുക്ക് നോക്കാം. ഇരുവരും വീടിന്റെ അകത്തേക്ക് നടന്നു. മുറിയിൽ അവിടെയും ഇവിടെയും ഇറ്റ് വീണ് കിടക്കുന്ന ചോരത്തുള്ളികൾ ഇരുവരെയും ഭയപ്പെടുത്തി. ഒരു അടഞ്ഞ മുറിയിൽ നിന്ന് മൂളലും ഞെരിക്കവും കേട്ടതും രണ്ടുപേരും അങ്ങോട്ട് പോയി. യാഷിനുള്ളിൽ എന്തെന്നില്ലാത്ത പേടി നിറഞ്ഞു. അതേ അവസ്ഥ തന്നെയായിരുന്നു ഋഷിക്കും. വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയതും യാഷും ഋഷിയും ഒരുപോലെ ഞെട്ടി. അമൽ! ഇരുവരും വിളിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് പോയി നിലം പതിച്ചു കിടക്കുകയാണ്. എവിടെ എന്റെ വൈക? എവിടെ? ഇവിടെ വൈകിയുണ്ടെന്ന് ഫോൺ വിളിച്ച് ആരോ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വൈകിയെ കാണാത്തതിനാലും പ്രതീക്ഷിക്കാതെ അമലിനെ അവിടെ കണ്ടതിനാലും യാഷിന് എല്ലാം കൊണ്ട് ദേഷ്യം വന്നിരുന്നു. അവന്റെ കോളറി പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് യാഷ് ചോദിച്ചു. യാച്ചു, ഞാൻ പറയാ. യാഷ് ഐസിന്റെ മുന്നിൽ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു. അടുത്തായി ഋഷിയുണ്ട്. ഐസിന്റെ ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് വന്നതും യാഷ് ഡോക്ടറിന് അരികിലേക്ക് പോയി. ഡോക്ടർ നോക്കി, മിസ്റ്റർ ആയുഷ്, ഇപ്പൊ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. ഇതുവരെ പേഷ്യന്റ് ഒരു റെസ്പോണ്ടും കാണിച്ചിട്ടില്ല. അതിനാൽ ഉണരാതെ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയതും ഋഷി യാഷിന്റെ തോളിൽ പിടിച്ചു. കുറച്ചു മുമ്പ് നടന്നെല്ലാം അവന്റെ ഉള്ളിൽ വന്നു. അമലിനെ അടിക്കാൻ പോയതും ഋഷി തടഞ്ഞു. അവൻ അടിച്ച വൈകി എവിടെ ഉണ്ടെന്ന് പറയാൻ അവൻ ജീവനോടുണ്ടാവില്ല യാഷ്. പിന്നെ ഈ പന്ന മോനെ ഞാൻ എന്ത് ചെയ്തത്? ദേഷ്യത്തോടെ അമലിനെ തള്ളിക്കൊണ്ട് യാഷ് പറഞ്ഞു. യാച്ചു, വൈക അവളിവിടെ ഉണ്ടെന്ന് നിങ്ങളോട് വിളിച്ചു പറഞ്ഞു ഞാനാ, പക്ഷെ അവൾ ഇവിടെ ഇല്ല. എന്താ? അമൽ പറഞ്ഞതും യാഷും ഋഷിയും ഒരുപോലെ ചോദിച്ചു. അതെ യാച്ചു, ഞാൻ തന്നെയാ അവളിങ്ങോട്ട് കൊണ്ടുവന്നത്. അത് യാച്ചു അടുത്തു നിന്നും അവൾ അകറ്റാൻ. പക്ഷെ ഇന്നും മനസ്സിലായി, സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റിയില്ലെന്ന്. യാച്ചുവിന് എത്രത്തോളം വൈകിയോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമൽ, വൈകി അവിടെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. അവൾ എവിടെ? യാച്ചു, വൈക അവളിപ്പോ വിനുവിന്റെ കയ്യിലാണ്. വിനുവോ? അയാളെങ്ങനെ? ഋഷിയായിരുന്നു ചോദിച്ചത്. ഞാൻ വിളിച്ചു വരുത്തിയത്. നിനക്ക് ഇത്രയെങ്കിലും മനുഷ്യപ്പറ്റുണ്ടോ? അവനെ പോലെ വൃത്തികെട്ട ഒരുത്തന്റെ കയ്യില് ഇങ്ങോട്ട് അവൻ വൈകിയും കൊണ്ട് പോയത്? ഋഷി ദേഷ്യത്തോടെ ചോദിച്ചു. അറിയില്ല, ഞാൻ വൈകിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു യാച്ചുവിനെ വിളിച്ചത്. എന്നാൽ ഞാൻ കോൾ ചെയ്യുന്നത് അയാൾ കണ്ടിരുന്നു. വൈകിയും കൊണ്ട് പോകാൻ നോക്കിയവളെ തടയാൻ നോക്കിയപ്പോൾ അയാളിന്റെ തലക്കടിച്ച് ഇവിടെ ഇട്ടു. അയാൾ തടയാൻ വന്ന വൈകിയും അയാൾ. അത് കേട്ടതും യാഷിന്റെ സകല നിയന്ത്രണവും വിട്ടിരുന്നു. ഋഷി വണ്ടിയെടുക്കും. അവർ വന്നപ്പോൾ പോയ ഒരു ലോറി അവന്റെ ഓർമ്മയിൽ വന്നു. 3 പേരും വണ്ടിയിൽ കയറി. കുറച്ചുപേരെ പിന്നിട്ടതും കണ്ടു ഇടവഴിയിൽ നിന്നും മെയിൻ റോഡിൽ കയറാൻ നോക്കുന്ന ലോറിയെ. യാച്ചു, ആ ലോറി അത്. കാർ മറ്റൊരു വഴിയിലൂടെ പോയി ലോറിയുടെ മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങിയതും മുറുക്കിയ വെറ്റില നീട്ടി തുപ്പിക്കൊണ്ട് വിനിയും ഡ്രൈവറും അതിൽ നിന്നും ഇറങ്ങി. എന്ത് വേണം? ഈ സാധനം ഒന്ന് മാറ്റിയ അടിയങ്ങൾക്ക് പോകാമായിരുന്നു.
അങ്ങനെ തന്നെ വിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ലെങ്കിലോ? യാഷ് കൈ പിണച്ച് കെട്ടി. വാസു, നമ്മളെ പിള്ളേര് വിടില്ല എന്ന്. നീ ഒന്ന് പരിചയപ്പെട്ടിട്ട് വാ. അത് വിനു പറഞ്ഞതും ലോറി ഡ്രൈവർ അവർക്ക് നേരെ പാഞ്ഞു. ഓടി വരുന്ന മാത്രമേ ഋഷിയും അമലും കണ്ടിട്ടുള്ളൂ. പിന്നെ കാണുന്നത് വടി പോലെ നിലത്തേക്ക് വീഴുന്ന വാസുവിനെയാണ്. അത് കണ്ടതും വിനു ഒന്ന് പേടിച്ചു. എങ്കിലും ധൈര്യം സംഭരിച്ച് അവരുടെ മുന്നിൽ നിന്നു. എന്റെ വൈകി എവിടെ? നിന്റെ വൈകിയോ? അവളെ നീ അന്വേഷിക്കേണ്ട. ഞാൻ ഒരുപാട് കുതിച്ച പെണ്ണവള്. ഒരിക്കലെങ്കിലും അവ പറഞ്ഞു തീരുന്നതിന് മുമ്പ് യാഷിന്റെ ചവിട്ടിൽ അയാൾ നിലം പതിച്ചിരുന്നു. മോനെ, ഇനിയൊരു അക്ഷരം മിണ്ടിയ ഈ പുഴുത്ത നാക്ക് ഞാൻ പറിച്ചെടുക്കും. ഈ ആയുഷിന്റെ പെണ്ണവള്. പലതവണ നിന്റെ വൃത്തികെട്ട കണ്ണവളിൽ പതിഞ്ഞാന്ന് എനിക്കറിയാം. ഇനി അതുണ്ടാവില്ല. അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് മൂക്കിൽ ആഞ്ഞൊരു ഇടി കൊടുത്തു. യാഷിന് ദേഷ്യം തീരുവോളും അവൻ അവളെ അടിച്ചു. ഇത് കണ്ട് കണ്ണം വീഴ്ച നിൽക്കുവാണ് അമലും ഋഷിയും. ഇത് നിനക്ക് കിട്ടേണ്ട അടിയാ, ഋഷി പറഞ്ഞതും അമൽ ഒന്നി നിറക്കി സ്വയം അവനോട് തന്നെ അവന് ദേഷ്യം തോന്നി. യാഷ് അടി നിർത്തിയതും ഋഷിയും അമലും അയാളെ മാറി മാറി ഇടിച്ചു. ഈ സമയം യാഷ് വണ്ടിയിൽ വൈകിയെ തിരിഞ്ഞു. വൈക! ലോറിയുടെ പുറകിൽ ചരക്ക് സാധനങ്ങൾ കയറ്റിയിരിക്കുകയാണ്. ഒരു ചാക്ക് കൊണ്ട് പൊതിഞ്ഞ എന്തോ കണ്ടതും അവൻ വേഗം അത് മാറ്റി നോക്കി. തുണി കൊണ്ട് വാ മൂടി കെട്ടിയതും കൈയും കാലും കയറുപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. വൈക മൂടെ! തട്ടി വിളിച്ചുകൊണ്ട് കെട്ടെല്ലാം അവൻ അയച്ചു മാറ്റി. തലയുടെ പിന്നിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. അവളിൽ അവനനക്കം ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളെയും പൊക്കിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഋഷി, എന്റെ വൈക, പേടിക്കാതെ, അവൾക്കൊന്നും വരില്ല. ഋഷി അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. വൈക പതിയെ കണ്ണു തുറന്നു. തലയ്ക്ക് നല്ല വേദന ഉണ്ട്. വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. മങ്ങിയ കാഴ്ചയിൽ അവളെ നോക്കിയിരിക്കുന്നവനെ കണ്ട് കണ്ണുകൾ നിറഞ്ഞു. എണീക്കണമെന്നുണ്ടെങ്കിലും അവൾക്ക് കഴിയുന്നില്ല. എന്തേ എണീറ്റിരിക്കണോ? യാഷ് ഒരു ചിരിയോട് ചോദിച്ചു. അവൾ ചെറുതായി മൂളി. യാഷ് പതിയെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് വൈക വാർഡിലേക്ക് മാറ്റിയത്. വൈക! കവളിൽ കൈവച്ച് വിളിച്ചതും ആ വിളി കേൾക്കാൻ കാത്തിരുന്നപ്പോൾ അവൾ അവനെ നെഞ്ചിലേക്ക് ചാരി ഇറകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരു പുഞ്ചിരിയോടെ യാഷ് അവളെ ചേർത്ത് പിടിച്ച് തലയിൽ പതിയെ തഴുകി. പേടിച്ചെന്റെ പെണ്ണ്. അവൾ കരഞ്ഞുകൊണ്ട് മൂളിയതും അവൻ അവൾ അടർത്തി മാറ്റി മുഖം കൈക്കുമ്പിലെടുത്ത് നെറ്റിയിൽ അമർത്തി മുത്തി. ഇനി പേടിക്കേണ്ട, യാഷേട്ടനില്ല കൂടെ. അധികം ഡ്രസ് എടുക്കാൻ പാടില്ല, വേദനിക്കും. ഇരുവരുടെയും മിഴികൾ തമ്മിൽ കോർത്തു. ആദ്യമായി കാണുന്നത് പോലും രണ്ടുപേരും കണ്ണിൽ നോക്കിയിരുന്നു. അളിയോ, മതി ഇങ്ങനെ കണ്ണും നോക്കിയത്, ഞങ്ങളിവിടെ ഉണ്ട്. ഋഷി കൗണ്ടർ അടിച്ചതും ഇരുവരും പിടപ്പോടെ നോട്ടം മാറ്റി ഋഷിയെ നോക്കിയതും ഋഷിയുടെ കൂടെ മായയുണ്ട്. മായയെ വൈകയ്ക്ക് മനസ്സിലായില്ല, എന്നത് മൂവർക്കും മനസ്സിലായി. ഭാവി എടത്തിയാ, സമയം പോലെ പറഞ്ഞു തരാം. യാഷ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത് വൈകി ഇരുവരെ നോക്കി പുഞ്ചിരിച്ചു. യാഷ് അവളുടെ കൈയെടുത്ത് പതിയെ അതിൽ തലോടി. യാഷേട്ട, അമൽ എന്തോർത്തപ്പോൾ അവൾ ചോദിച്ചു. യാഷ് കണ്ണുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് കാണിച്ചു. തലകുനിച്ച് ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന അമൽ അവന്റെ തലയിൽ കെട്ടുണ്ട്. താൻ ഇത്രയും ദ്രോഹം ചെയ്തിട്ടും തന്റെ തലയിൽ വിനു അടിച്ചപ്പോൾ തടയാൻ ഓടി വന്ന് വൈകിയെ അവൻ ഓർത്തു. അതുകൊണ്ടാണ് വിനു അവളുടെ തലയിൽ അടിച്ചത്. അമലിന് വൈകിയെ നോക്കാൻ ഒരു മടി തോന്നി. താൻ എന്ത് ക്രൂരനാണെന്ന് അമൽ ഓർത്തു. വൈക, എന്നോട് പൊറുക്കണം. യാചെന്ന ഭ്രാന്തമായി പോയി. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ചെയ്തു പോയ തെറ്റിന്റെ ആയം. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലെന്ന് പേടിക്കേണ്ട. വൈകിന്റെ യാഷേട്ടിനെ ഞാൻ കൊണ്ടുപോകില്ല. അതെന്നും വൈകി സ്വന്തമായിരിക്കും. അമലിന്റെ ഒരു കണ്ണിനിരത്തുള്ളി വൈകിയുടെ കാലിൽ വീണു. വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ പറയാമെന്നതും അമൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ചെയ്തു പോയ തെറ്റിന്റെ സങ്കടം അത് ശരിയാവും. അവന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ക്ഷീണം കൊണ്ട് അവൻ മയങ്ങിപ്പോയി. കണ്ണ് തുടച്ചുകൊണ്ട് അമൽ ദൂരേക്ക് നോക്കി. അമൽ! യാഷ് വിളിച്ചതും അമൽ തല താഴ്ത്തി നിന്നും. നീ ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നറിയാം. പ്രണയമാർക്കും ആരോടും തോന്നാം. നിന്നെ ഞാൻ തെറ്റു പറയില്ല. നിന്റെ ജീവന് വേണ്ടി, നിന്റെ ഇഷ്ടത്തിന് എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. വൈകിയ ഓർത്ത് കുറ്റബോധം വേണ്ട. അവൾക്ക് നിന്നോടൊരു ദേഷ്യമില്ല. കഴിഞ്ഞതൊക്കെ മറന്ന് പുതിയ ജീവിതം തുടങ്ങണം. നിന്റെ നല്ലൊരു ഫ്രണ്ടായി, നല്ലൊരു ചേട്ടനായി ഞാൻ എന്തിനും കൂടെ ഉണ്ടാകും. ഓഫീസിലേക്ക് നീ തിരിച്ചു വരണം. അമൽ അതിനൊന്ന് തലയാട്ടി. നിന്നെയും കാത്ത ടെറസിൽ ഒരാൾ നിൽപ്പുണ്ട്, പോയി കണ്ടിട്ട് വാ. യാഷ് പറഞ്ഞതും സംശയഭാവത്തിൽ അവൻ യാഷിനെ നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചതും അമൽ ടെറസിലേക്ക് നടന്നു. പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളെ കണ്ടതും അമൽ പോയി നിന്നു. അമലിന്റെ സാമീപ്യം അറിഞ്ഞതും ആ ആള് തിരിഞ്ഞു നോക്കി. ആകാശ് ഡോക്ടർ, അമൽ പറഞ്ഞതും ആകാശ് പുഞ്ചിരിച്ചു. മൗനം മാത്രം അവർക്കിടയിൽ നിറഞ്ഞു നിന്നു.
ഏറെ നേരം. അപ്പോഴാണ് യാഷും ഋഷിയും മായും അങ്ങോട്ടേക്ക് വരുന്നത്. ഇതിനാണ് ഡോക്ടർ ഇവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. മായ പറഞ്ഞതും അമൽ അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. എവിടെയോ കണ്ടമറന്ന മുഖം. എന്താമലെ ഇങ്ങനെ നോക്കുന്നേ, ഓർമ്മയില്ല ഇവളെ? ഋഷി പറഞ്ഞതും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പണ്ട് തനിക്കൊരു പ്രേമുണ്ടായിരുന്നല്ലോ, ആ കുട്ടിയാണിത്, മായ. യാഷ അത് പറഞ്ഞതും അമൽ ഞെട്ടി. അന്ന് തേച്ച സങ്കടത്തിൽ ചാകാൻ പോയി ഇവളെ എന്റെ കയ്യിലേക്ക് കിട്ടിയത്. അന്നു മുതൽ ഇവൾ എന്റെ പെണ്ണായി, ഋഷി മായയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ നിൽക്കുന്ന ആകാശ് ഡോക്ടറിന്റെ ഒരേ ഒരു പെങ്ങള്, മായ അവനോടായി പറഞ്ഞു. പിന്നെ മൂവരും അവിടെ നിന്ന് പോയി. അമൽ, ആകാശ് വിളിച്ചതും അവൻ എന്തെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. പ്രണയത്തിന് വയസ്സോ ജാതിയോ മതമോ ഇല്ല, അതുപോലെ ലിംഗവും. ഒരാൺ പെണ്ണിനെ പ്രണയിക്കുന്ന പോലെ, ഒരു പെണ്ണ് ആണിനെ പ്രണയിക്കുന്നത് പോലെ പെണ്ണിന് പെണ്ണിനെയോ ആണിനാണെയോ പ്രണയിക്കാം. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല. ഞാൻ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറാണെന്നറിയാലോ. അമൽ അതിനെ തലയാട്ടി. ഡോക്ടർ പറഞ്ഞ ഓരോ കാര്യങ്ങളും തനിക്കിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. സ്നേഹിക്കുന്നവരാണ് ഒന്നാകേണ്ടത്. പിടിച്ചു വാങ്ങിയ അതിനൊരു മധുരവും ഉണ്ടാകില്ല. ഡോക്ടർ വീണ്ടും പറഞ്ഞു തുടങ്ങി. അമൽ, ഈ അവസരത്തിൽ പറയുന്നത് തെറ്റാണോ എന്നറിയില്ല, എങ്കിലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടില്ല. ഇതുവരെ ആരോടും ഒരു പെണ്ണിനോടും തോന്നാത്തൊരു ഇഷ്ടം എനിക്ക് നിന്നെ കണ്ട നാൾ മുതൽ തോന്നിയിരുന്നു. അത് കേട്ടതും അമൽ ആകാശിനെ തുറിച്ചു നോക്കി. സത്യമാണ്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മായ സ്കൂളിൽ കൂട്ടാൻ വന്ന ഒരു ദിവസം, അന്ന് ആ ദിവസം നിന്നെ കാണുന്നത്. പിന്നീട് അറിഞ്ഞു മായ നീയും പ്രണയത്തിലാണെന്ന്. എൻ്റെ മനസ്സിൽ തോന്നലാണെന്ന് വിചാരിച്ചു. ഞാൻ ആരോടും ഇതേപ്പറ്റി പറഞ്ഞില്ല. പിന്നെ മായ സ്നേഹിക്കുന്നത് താനാണെന്ന് അറിഞ്ഞതും എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ചികിത്സക്കായി കൊണ്ടുവന്നത്. മാനസിക പിരിമുറുക്കമുള്ളത് കൊണ്ട് നീയും എന്നെപ്പോലെ ഒരു പുരുഷനെ സ്നേഹിക്കുകയാണെന്ന് അറിഞ്ഞു. ഞാൻ സന്തോഷിച്ചു, ഒപ്പം സങ്കടവും. യാഷ് എന്നെ കാണാൻ വന്നിരുന്നു. ഞാനാണ് അവനോട് പറഞ്ഞത് നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ. പക്ഷെ ഇങ്ങനാകുമെന്ന് കരുതിയില്ല. ഇപ്പോൾ നീ രോഗത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനാണ്. എനിക്ക് തന്നെ ലൈഫ് ലോങ് വേണം എന്ന ആഗ്രഹമുണ്ട്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആകാശ് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അമൽ അവിടെ തറഞ്ഞു നിന്നു. വൈകിയെ ഡിസ്ചാർജ് ചെയ്തും വൈകിയും മായയും കൂട്ടി യാഷ് ഋഷി നാട്ടിലേക്ക് പോന്നു. അമൽ ഓഫീസിലെ കാര്യങ്ങൾ നോക്കി മുംബൈയിൽ തന്നെ നിന്നു. രാത്രി ബാൽക്കണിയിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് വൈക. യാഷ് ഒരു പുഞ്ചിരിയോടെ വന്ന് അരയിൽ ചുറ്റിപ്പിടിച്ചു. വൈക ഞെട്ടിയെങ്കിലും ഒരു ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്താ എന്റെ വൈകുട്ടിക്ക് ആലോചിക്കുന്നേ? ആ 3 നക്ഷത്രം കണ്ടോ യാഷേട്ടൻ? അതെന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയുമ. ഇത്രയും ദിവസം ആ നക്ഷത്രങ്ങൾ തിളക്കമില്ലായിരുന്നു, ഇപ്പൊ നല്ല തിളക്കുണ്ട്. അതിനർത്ഥം അവര് സന്തോഷാണെന്നല്ലേ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അതേലോ, അവൻ ചിരിയോടെ പറഞ്ഞു. അവളുടെ കവളിൽ മുത്തി. അവൾ നാണത്തോടെ മുഖം കുനിച്ചു. എന്റെ വൈകക്കുട്ടി, ആ കുഞ്ഞു നക്ഷത്രം കാണുന്നുണ്ടോ? എവിടെ? ആ 3 നക്ഷത്രത്തിൽ നടുവിൽ. കണ്ടു. ആ നക്ഷത്രം വേണോ? അത് കിട്ടുമോ? കിട്ടും. ശരിക്കും ശരിക്കും നിന്റെ ആശയുടെ നിനക്ക് തരും. എങ്ങനെ? എവിടെ നിന്ന്? അവൾ അവന്റെ നേരെ തിരിഞ്ഞു നിന്നു. അതെ, ഇവിടെ അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു അവളുടെ വയറിൽ തഴുകി. അവൻ കുസൃതിയാലെ പറഞ്ഞതും അവളുടെ കവളിൽ താണത്താൽ ചുവന്നു. അതിനെവിടെ തരട്ടെ? അവൻ ചിരിയാലെ ചോദിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അവനൊരു ചിരിയാലെ അവളെയും കൂരിയെടുത്ത് ബെഡിലേക്ക് നടന്നു. അവളെ സ്വന്തമാക്കാൻ അവന്റെ സ്വന്തം അവളും ആ നിമിഷം കൊതിച്ചിരുന്നു. നിലാവ് പെയ്തിറങ്ങുന്ന ആ രാവിലെ അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. നിശ്വാസങ്ങളും കിതപ്പുകളും അവിടെ സംഗമത്തിൽ ഈണമിട്ടു. കുമ്പനങ്ങളുടെ തീവ്രതയിൽ ഇന്നോളം രുചിയറിയാതെ മാധുര്യത്തെ ഇരുവരും മറഞ്ഞു. പ്രണയവും കാമവും വാത്സല്യവും കുറുമ്പും കുസൃതിയും ഭയവും വേദനയും സുഖം നിറഞ്ഞ മനോഹരമായ നിമിഷങ്ങൾ. വിയർപ്പിനാൽ കുതിർന്ന തളർച്ചയോടെ പറ്റിച്ചേർന്ന് മഴങ്ങുമ്പോൾ വരും നാളുകളിലെ ജീവിതം അവർ ഒന്നിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു.